നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്നു എന്നാൽ ദൈനംദിന ജീവിതത്തിൽ വളരെ വിരളമായി ഉപയോഗിക്കുന്നൊരു ആഹാര പദാർത്ഥം അല്ലെങ്കിൽ ഒരു ഔഷധമാണ് എള്ള്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ടീസ്പൂൺ എള്ള് കഴിച്ചാൽ നമുക്ക് ലഭിക്കാവുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. സെസമെ ഇൻഡിക്ക എന്ന് പറയുന്ന ഈ എള്ളിന് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എള്ളിൽ നിന്ന് എടുക്കുന്ന എള്ളെണ്ണ, അതായത് തിലതൈലം എന്നാണ് ആയുർവേദത്തിൽ പറയുക, അതാണ് പല മെഡിക്കേറ്റഡ് ഓയിൽസിനും നമ്മൾ ഉപയോഗിക്കാറ്. പ്രത്യേകിച്ച് വാദവ്യാധികൾ, അതായത് ഈ സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ തിലതൈലം വളരെ ബെസ്റ്റാണ്. പ്രധാനമായും മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള എള്ളാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് വെളുത്ത എള്ളും ഒന്ന് കറുത്ത എള്ളും. വെളുത്ത എള്ള് സാധാരണ ഭക്ഷണങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കാറ്. പ്രത്യേകിച്ച് തഹീനി എന്നൊക്കെ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ വെളുത്ത എള്ളിൽ നിന്നാണ്. അതേപോലെ തന്നെ കറുത്ത എള്ള് മെഡിസിനൽ പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് അത് ഈ ഔഷധമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എള്ള് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, അതുപോലെ വൈറ്റമിൻ ഇ, അതേപോലെ മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം ഒക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇത് ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹമുള്ള ആളുകൾക്കും രക്തസമ്മർദ്ദമുള്ള ആളുകൾക്കും അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക്, ആർത്തവ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, കുട്ടികളിലെ അനീമിയ എന്നീ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എള്ളില് കാൽഷ്യം, വിറ്റമിൻ ഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിനും അതുപോലെ തന്നെ ജോയിന്റ് പെയിന്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് എന്നീ കണ്ടീഷൻസിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഈ മെനാപ്പോസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ പരിഹരിക്കാനായിട്ട് എള്ള് അവർക്ക് നിത്യേന ഉപയോഗിക്കാം. അതേപോലെ എള്ളിന്റെ വേറൊരു ബെനിഫിറ്റ് ആണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ വിന്റർ സീസണിൽ മാത്രമല്ല, ഏതൊരു സീസണിൽ വരികയാണെങ്കിലും അവരുടെ ചർമ്മം വളരെ വരണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് പച്ച എള്ള് ചവച്ചരച്ച് കഴിക്കാം. അങ്ങനെ ഒരു 3 ആഴ്ച തുടർച്ചയായിട്ട് കഴിക്കുമ്പം അവരുടെ സ്കിന്നിലൊരു സ്നിഗ്ധത അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ് ഫീൽ വരും. അങ്ങനെ നമുക്ക് ആ ഒരു കണ്ടീഷൻ മറികടക്കാനായിട്ട് സഹായിക്കും. അതേപോലെ കുട്ടികൾ എള്ള് കഴിക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് എള്ള് വറുത്ത് പൊടിച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അതുപോലെ അനീമിയുള്ള കുട്ടികളിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എള്ള് ഇതുപോലെ വറുത്ത് പൊടിച്ച് അതിൽ ശർക്കര ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഉണ്ടകളായിട്ടോ അല്ലെങ്കിൽ വെറുതെ സ്പൂണിലോ നമുക്ക് കോരി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അനീമിയ മാറി കിട്ടാനും അതുപോലെ തന്നെ ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഉത്സാഹക്കുറവൊക്കെ മാറാനും സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് കൊളസ്ട്രോള്. ഇത് HDL കൂട്ടിയിട്ട് LDL കുറയ്ക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ കാലിലേക്ക് ഒരു കഴപ്പ് വരിക അല്ലെങ്കിൽ ഒരു വേദന വരിക, തരിപ്പ് വരിക, ഈ ഒരു കണ്ടീഷൻസിലൊക്കെ ഈ എള്ള് വെന്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എള്ള് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളവും അതോടുകൂടി എള്ളും കഴിക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. ഗർഭിണി ആയിരിക്കുമ്പോഴും പാലൂട്ടുന്ന അമ്മമാർക്കും വളരെ സേഫായിട്ട് എള്ള് കഴിക്കാവുന്നതാണ്. അപ്പോൾ പാലൂട്ടുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പാല് കുറവുന്നുണ്ടെങ്കിൽ ഈ എള്ള് വറുത്ത് പൊടിച്ച് അത് പാട കളഞ്ഞ പാലോ അല്ലെങ്കിൽ പാട കളയാത്ത പാലോ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏതൊരു പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചുമ, ജലദോഷം എന്നീ കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് എള്ള് ഉപയോഗിക്കാം. എള്ള് വറുത്ത് പൊടിച്ച് അതിൽ ഒരു ഗ്ലാസ് പാലിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എള്ളിലെ സിങ്ക് മൂലം നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ മറികടക്കാനും സഹായിക്കും. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എള്ള് ഉപയോഗിച്ച് എള്ളുണ്ട പോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാം, അതുപോലെ മുതിർന്നവർക്കും കഴിക്കാം. അത് അവരുടെ ഓർമ്മശക്തിനെയും അതുപോലെ തന്നെ അവരുടെ അനീമിയൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും.